വരക്കുളവും സെന്റ് തോമസ് നഗറും ചേരുംകാട് കോളനിയും പെരുന്തുരുത്തി കളവുമെല്ലാം ഏതൊരു ധോണിക്കാരനെ പോലെയും കാണാപ്പാടമായിരുന്നു അവന്. വരക്കുളത്തെ നീരാട്ട് കഴിഞ്ഞ സന്ധ്യയ്ക്ക് നാട്ടിലിറങ്ങും. സൂര്യൻ ഉദിക്കും വരെ ധോണിയിൽ കറങ്ങി നടക്കും. കയ്യിൽ കിട്ടിയ നെല്ലും വാഴയും തെങ്ങുമെല്ലാം മണിക്കൂറുകൾ കൊണ്ട് അകത്താക്കും. തടയാൻ മതിലല്ല, വൈദ്യുതി വേലി തീർത്താലും അവൻ മറികടക്കും. കറുത്തിരുണ്ട് തലകുലുക്കി ആജാനുബാഹുവിനെ പോലെ വിലസിയിരുന്ന PT 7 ഓർക്കുമ്പോൾ ഇന്നും ധോണിക്കാർക്ക് ഭയമാണ്. നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളാണ് PT 7 കൂട്ടിലാക്കിയത്. പ്രദേശവാസികളെ പലതവണ കണ്ണീര് കുടിപ്പിച്ചവനെ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്നായിരുന്നു ആവശ്യം. ഒടുവിൽ നാട്ടുകാർക്ക് വേണ്ടി വനംവകുപ്പ് ഡോക്ടർ അരുൺ സക്രിയെ ധോണിയിലെത്തിച്ചു. കൂട്ടിന് കാട്ടിൽ വഴിതെളിക്കാൻ കോന്നി സുരേന്ദ്രനും വിക്രമനും ഭരതനും. ജനുവരി 21 PT 7 പിടികൂടുമെന്നുറപ്പിച്ച് അരുൺ സക്രിയും സംഘവും കാട്ടിലേക്ക് ഇറങ്ങിയ ആദ്യ ദിനം. പക്ഷേ വനവകുപ്പിനേക്കാളും ധോണിയിലെ കാടറിയുന്നവൻ ദൗത്യസംഘത്തെ 7 അയലത്തടുപ്പിച്ചില്ല. ഉച്ചവെയിൽ അടിക്കും വരെ കാട് അരിച്ചുപെറുക്കി ദൗത്യസംഘം ശ്രമം ഉപേക്ഷിച്ചു. ദൗത്യത്തിന്റെ 2ാം ദിനം കഥ മാറി. തോക്കെടുത്തിറങ്ങും മുമ്പ് PT 7 ധോണി കോർമയിലുണ്ടെന്ന് അരുൺ സക്രിയയ്ക്കും സംഘത്തിനും വിവരം കിട്ടി. ഉടൻ കോർമയിലേക്ക്. വനനിബിഡമായ മുണ്ടൂരിനടുത്തുള്ള കോർമയിൽ വെളിച്ചം വീഴും മുമ്പ് ദൗത്യം പൂർത്തീകരിക്കണമെന്നായിരുന്നു അരുൺ സക്രിയുടെ ലക്ഷ്യം. പ്രത്യേക മരുന്ന് കൂട്ടൊരുക്കി കാത്തിരുന്ന അരുൺ സക്രിയുടെ മുന്നിലേക്ക് മഞ്ഞുമാറി തുടങ്ങിയതോടെ അവനെത്തി. 7:15 തൊടുത്ത ആദ്യ വെടി പതിച്ചത് PT 7 ഇടത് ചെവിക്കും തുടയ്ക്കും മധ്യേ. വേദന അറിയും മുമ്പ് അവൻ അല്പം പാഞ്ഞു. ഇടയ്ക്കിടെ ചിഹ്നം വിളിച്ചു. ചുറ്റിലും കുങ്കിയാനകളാൽ വളയപ്പെട്ടതോടെ അവൻ നിശ്ചലനായി. ഒടുവിൽ മയക്കത്തിലേക്ക്. മിഷന്റെ ആദ്യഘട്ടം സക്സസ് എന്ന് അരുൺ സക്രിയ മെസ്സേജ് നൽകിയതും ധോണിയിൽ നിന്ന് അനിമൽ ആംബുലൻസും JCBയും കൂടുതൽ സേനയും കോർമയിലേക്ക് പുറപ്പെട്ടു. അവരെത്തുമ്പോൾ കണ്ടത് കറുത്ത തുണി കൊണ്ട് മുഖം മറച്ചു നിൽക്കുന്ന PT 7. ദൗത്യ സംഘത്തിന് ഏറ്റവും വെല്ലുവിളിയായത് കൊമ്പനെ ധോണിയിലെത്തിക്കാനാണ്. പലതവണ ശ്രമിച്ചിട്ടും അനിമൽ ആംബുലൻസിൽ കയറാൻ കൊമ്പൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഒടുവിൽ കോന്നി സുരേന്ദ്രൻ എന്ന കുങ്കിക്ക് മുന്നിൽ PT 7 അടിയറവ് പറയേണ്ടി വന്നു. PT 7 വണ്ടിയിൽ കയറ്റിയതും ധോണി ക്യാമ്പിലെ കൂട്ടിലിറക്കിയതും കോന്നി സുരേന്ദ്രൻ തന്നെ. വർഷം 1 തികയുന്നു. ഇന്ന് PT 7 ആളാകെ മാറി. മാധവൻ, മണികണ്ഠൻ എന്നീ പാപ്പാന്മാർ അവനെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് മെരുക്കിയെടുത്തു. പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഇടത് കണ്ണിനുണ്ടായിരുന്ന കാഴ്ചക്കുറവ് മാറിത്തുടങ്ങി. പണ്ട് ശൗര്യത്തോടെ കുത്തിമറിച്ചിട്ട മണ്ണിലൂടെ ഇന്ന് ധോണി എന്ന പുതിയ നാമത്തിൽ ശാന്തനായി നടപ്പാണ് PT 7. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.